ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കമുണ്ടാക്കി അവരെ തമ്മിൽ പിരിക്കുന്നതിനെ കുറിച്ചാണ് ഈ വാചകമണി. ഭാമേ, പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡൈവോഴ്സ് കേസുകൾ പോലുള്ള കേസുകൾ യാതൊരു കാരണവശാലും നീ ഏറ്റെടുക്കരുതെന്ന്. ഒരു കുടുംബം കലക്കുന്നതിന് തുല്യമാണത്. അത്തരം ദ്രോഹങ്ങൾ ചെയ്യുന്നവർ സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പഠിക്കും. ആലീസിന് ഇത്ര ഒരു ബന്ധമുണ്ടായിരുന്നു ബിനോയ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുമായിരുന്നു? മോഹനേട്ടാ, വിവാഹം പവിത്രമാണ്, അത് മരണം വരെ ഉണ്ടായിരിക്കണമെന്നൊക്കെ പറയാം. പക്ഷെ ബിനോയ് കാണിക്കുന്നത് പോലെ വൃത്തികേടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹ ജീവിതം ശാശ്വതമായിരിക്കൂ? ഇവിടെ എങ്ങാനും അങ്ങനെയൊക്കെ സംഭവിക്കണം. മോഹനേട്ടന് ഞാനല്ലാതെ മറ്റൊരു പെണ്ണുമായി അടുപ്പുണ്ടെന്നുള്ളതിന് തെളിവല്ലോ എനിക്ക് കിട്ടിയ. ഇപ്പൊ കാണാനില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശശാങ്ക. ഒന്നാമത് ശശാങ്കൻ താമസിക്കുന്നത് ഇവിടെ അല്ല. ഈ നാട്ടിൽ ജോലിക്ക് വന്ന് കണ്ടുപരിചയമേ നമ്മൾ തമ്മിലുള്ളൂ. പിന്നെ ഇവിടെ ശശാങ്കൻ സ്ഥലം വാങ്ങി എന്നുള്ളത് നേരാ, ഞാനത് സമ്മതിച്ചു. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ ആധാരത്തിന്റെ അസല് കണ്ടേ പറ്റൂ. അത് കാണുന്നില്ല സാറേ. കാണുന്നില്ല എന്ന് ശശാങ്കൻ പറയുന്നു. ശശാങ്കൻ അത് മറ്റെവിടെയെങ്കിലും പണയം വെച്ചിരിക്കുകയാണെങ്കിലോ ഞാൻ എങ്ങനെ അറിയും? ആധാരം കാണാതായാൽ പുതിയ ആധാരത്തിന് അപേക്ഷിക്കാമല്ലോ. ഞാൻ നിയമം വിട്ടൊന്നും ചെയ്യാത്തിടത്തോളം കാലം എന്നോട് വഴക്കിന് വന്നിട്ട് എന്താ കാര്യം? സാറ് പറയുന്നതൊക്കെ സത്യ. പക്ഷെ ഒരു വഴക്കുണ്ടായാൽ ജയിക്കാൻ വേണ്ടി എന്ത് നാണം കെട്ട പരിപാടി അവൻ കാണിക്കും. പണ്ട് സപ്ലൈ ഓഫീസർ സേതുരാമൻ സാറിന്റെ കുടുംബം കളിക്കുന്നത് ഇവനല്ലേ? സേതുരാമൻ സാറിന്റെയോ? സേതുരാമൻ സാറും വേറൊരു പെണ്ണുമായിട്ട് അടുപ്പുണ്ടെന്ന് കരുതി സേതുരാമൻ സാറിന്റെ ഭാര്യ ഇറങ്ങിപ്പോയതിന് ശശാങ്കൻ എന്ത് വിളിച്ചു? എന്റെ പ്രൊഫസറെ, നിങ്ങൾക്കൊന്നും അന്നത്തെ സംഭവം എന്താണെന്ന് അറിയില്ല. ശശാങ്കം സപ്ലൈ ഓഫീസറോട് റേഷൻ കാർഡിന് അപേക്ഷിച്ചു. സംഗതി മുഴുവൻ ചുറ്റിക്കളിയാണെന്ന് മനസ്സിലാക്കിയ സേതുരാമൻ സാറെ റേഷൻ കാർഡിനുള്ള അപേക്ഷ വലിച്ചീറി ചവിട്ടുവിട്ടു. എന്നിട്ടെന്താ, ശശാങ്കന്റെ വഴിക്ക് അങ്ങ് പോവുകയും ചെയ്തു. സേതുരാമൻ സാർ വിചാരിച്ചത് പ്രശ്നം അവിടെ കൊണ്ട് തീർന്നു എന്നാ. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു സ്ത്രീയെ സേതുരാമൻ സാറിന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. സേതുരാമൻ സാറിന്റെ രഹസ്യ ഭാര്യയാണെന്ന് പറയുകയും ചെയ്തു. സാറും ആ പെണ്ണും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും കാണിച്ചു. ഹലോ, വിദ്യ. ആലിസ് ഇന്ന് ഓഫീസിൽ വന്നിരുന്നു. വക്കാലത്ത് ഒപ്പിട്ട് തന്നു. ഞാൻ ബിനോയ്ക്ക് വക്കീലിനോട് സഹിക്കുകയും ചെയ്തു. സംഗതി കേസാവെന്നറിഞ്ഞ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിന് ബിനോയ് ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. പക്ഷേ അത് നടക്കാൻ പോകുന്നില്ലല്ലോ. സ്വന്തം ഭാര്യയെ പറ്റിച്ച് വേറൊരു സ്ത്രീയുമായി അടുപ്പത്തിൽ കഴിയുന്ന ബിനോയെ പോലുള്ളവരെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. വിദ്യ ആരോ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാമേ. വക്കീലല്ലേ? അതെ, എന്താ കാര്യം? എനിക്ക് വക്കീലിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തെങ്കിലും കേസിന്റെ കാര്യമാണോ? കേസൊന്നും അല്ല വക്കീലേ, എന്റെ ജീവിതത്തിന്റെ പ്രശ്നമാ. വക്കീൽ ഇടപെട്ടാലേ ഇത് ശരിയാക്കാൻ പറ്റൂ. എന്താ കാര്യം? ഇന്ന് ഇവിടെ വരും വേണം ഫോണ്. ഹലോ, അതെ ഉത്തമനാണ്. പ്രഭാര സാറാണ്. സാറേ, എന്തായി നമ്മുടെ കാര്യങ്ങള്? അതെയോ പറയണോ സാർ? അത് നന്നായി. അപ്പോഴേ സാറ് നാളെ വക്കീലിനെ കണ്ട് കാര്യം പറഞ്ഞാൽ മതി. പിന്നെ ഞാനിന്ന് രാവിലെ വക്കീലിനോട് സകല കാര്യം പറഞ്ഞിട്ടുണ്ട്. ശരി 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 ശരി. സാർ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയാ? രാവിലെ ഉത്തമൻ ചോദിച്ചു ഓഫീസിലേക്കാണോ എന്ന്. ഇപ്പൊ ചോദിക്കുന്നു നേരത്തെ ഇറങ്ങിയോ എന്ന്. ഈ 2 ചോദ്യങ്ങളും തീർത്തും ആവശ്യമില്ലാത്തതാണ്. ഞാൻ അങ്ങ് വിശ്വസിച്ചു പോയി. ഇനിയുള്ള കാലം മുഴുവൻ നോക്കിക്കൊള്ളാന്ന് എന്നോട് വാക്ക് പറഞ്ഞതാ. വേറൊരു ഭാര്യയുണ്ടെന്ന് അറിയാതെയാ ഞാൻ ഈ അബദ്ധത്തിൽ ചെന്ന് ചാടിയത്. മോഹനകൃഷ്ണന്റെ കുടുംബം കലക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭാമ വിശ്വസിക്കില്ല. ആണുങ്ങളോ പലരും ഇത്തരക്കാരാണ് സുശീലേ. നമ്മളെ കാണുന്ന പോലെയൊന്നുമല്ല ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം. എന്തായാലും ഈ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. മോഹനേട്ടൻ ഓഫീസിൽ നിന്ന് വരാൻ സമയമായിട്ടുണ്ട്. മോഹനേട്ടൻ വന്നിട്ട് സുശീല പോയാൽ മതി.